ആരാ അവിടെ? രാക്ഷസികളല്ലേ? അവരെ ഞങ്ങൾ ഏൽപ്പിച്ച്. അത് എഴുതി കേട്ടു. എന്താണോ അത്? നമ്മൾ രാക്ഷസന്മാരല്ലേ? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, മാറ്റമൊന്നും കാണാനില്ല. പിന്നെന്താ, സ്വാമിയല്ലേ ചോദിച്ച രാക്ഷസികളല്ലേ എന്ന്? വലിയ വലിയ ആൾക്കാർ പറയുമ്പോൾ വെറുതെ ഓടും. എടോ, രാക്ഷസികളല്ലേന്നല്ലേ ചോദിച്ചത്? അതെ. എടോ, എനിക്കൊരു സംശയം. സ്വാമി ചിലപ്പോൾ രാക്ഷസികളോടും എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. സ്വാമിയോ? ഈ അസമയത്തോ? സമയത്തല്ലേ വേണ്ടത്? എടോ, സ്വാമി നമ്മുടെ ആ കാര്യത്തിലൊക്കെ മഹാദേവനല്ലേ? അപ്പോൾ അവരോട് ഏൽപ്പിച്ചിട്ടുണ്ടാവുമോ, ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ലേ എന്ന്. എന്തായാലും നമ്മൾ അതിന് വന്നതല്ല പറയാം. സ്വാമി, ഞങ്ങൾ രാക്ഷസികളല്ല, രാക്ഷസരാ. ഞാൻ രാക്ഷസികളല്ലേ ഏൽപ്പിച്ചത്? ഇങ്ങനെ രാക്ഷസരായത്? ഓഹോ, രാക്ഷസികൾക്ക് അസമയത്ത് എൻ്റെ അടുത്ത് വരാൻ മടിയുണ്ടാവും. അപ്പോൾ അവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള രാക്ഷസരെ ഏൽപ്പിച്ചതാവും. സീതയുടെ കാര്യം പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടക്കാർക്ക് സമ്മാനം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞു വെച്ചതാവും. നിങ്ങളെ രാക്ഷസരാണെന്നല്ലേ പറഞ്ഞത്? എവിടെയുള്ള രാക്ഷസരാ ചോദിച്ചാൽ അറിയാലോ. സീതാ ശോകവനത്തിലാണല്ലോ. ഞങ്ങൾ ഉദ്യാനങ്കാവക്കാരാണ്. സമാധാനമായി. സീതയുടെ കാര്യം പറയാൻ തന്നെയാണ്. ഉദ്യാനത്തിലാണല്ലോ. എന്നാ ഈ ഏട്ടകൾക്ക് അതങ്ങ് എഴുന്നള്ളിച്ചാൽ പോരെ? ക്ഷമ പരീക്ഷിക്കണോ? നിങ്ങൾ ഏത് ഉദ്യാനത്തിലെ കാവക്കാരാ? ഞങ്ങൾ അശോകവനം കാവക്കാരാണ്. ഓ, സമാധാനമായി. സീതയുടെ കാര്യം തന്നെയാണ്. എന്നാലും നേരിട്ട് ഇത് കേൾക്കാത്ത കാരണം ഒരു സുഖക്കുറവും. അത് എങ്ങനെ പണ്ടൊരു ചോദിക്കുക? ഭൃത്യന്മാരാ, അവരോട് എങ്ങനെയാ സമ്മതിച്ചോ എന്ന് ചോദിക്കാനുള്ള മടിയും ദുരഭിമാനവും ഉണ്ട്. അവസാനം തീർച്ചയായിട്ടും ചോദിക്കുക. ഇനിയിപ്പോൾ വേറെ അഭിമാനം നോക്കണ്ട. അതെ രാക്ഷസരെ, കാവക്കാരെ, അല്ല സീത ഇപ്പം എങ്ങനെയാ? നമ്മൾ സീതയുടെ കാര്യം പറയാനാണോ വന്ന്? പൊരങ്ങൻ ഉദ്യാനം നശിപ്പിച്ച കാര്യം പറയാനല്ലേടോ വന്ന്? അതെ. പിന്നെ സ്വാമി സീതയുടെ വഴിയുണ്ടാക്കാം. സീത ഇപ്പോൾ ഉദ്യാനമൊക്കെ നശിപ്പിച്ചതിൻ്റെ ശേഷം സ്വസ്ഥായിട്ടിരിക്കുകയാണ്. സീത ഉദ്യാനം നശിപ്പിക്കേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതെ, ഉദ്യാനമൊക്കെ നശിപ്പിച്ചു. അതിൻ്റെ ശേഷം ഇപ്പോൾ അടങ്ങി ഒതുങ്ങി സ്വസ്ഥായിട്ടിരിക്കുന്നുണ്ട്. ഓ, ഉദ്യാനം നശിപ്പിച്ചു. കുട്ടികളെ കഥയിലായിട്ടാണ് പറയണത്. അശോകവനത്തിൽ നിന്ന് ഒരു പൂവോ തളിരോ പോലും ആരും നുള്ളരുത് എന്നാണ് കൽപ്പന. അതിൻ്റെ പ്രിയതമയായിട്ടുള്ള മണ്ടോദരി പോലും നുള്ളാറില്ല. അപ്പോൾ സീത ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുക. അപ്പം എൻ്റെ ഭാര്യയാവാൻ സമ്മതിച്ച ശേഷം എൻ്റെ മുമ്പിൽ വരുമ്പോൾ അലങ്കാരം വേണമെന്ന് മോഹം ഉണ്ടാവും. നല്ല പൂവോ തളിരൊക്കെ നുള്ളിയിട്ടുണ്ടാവുക. അതാ അപ്പോൾ ഇവർ കേമായിട്ട് ഉദ്യാനം നശിപ്പിച്ചു എന്നൊക്കെ പറയണത്. ചോദിക്കാം തീർച്ചയായിട്ടും. അതേ കാവക്കാരെ, സീത അല്ല പൂവോ തളിരൊക്കെ നുള്ളിയിട്ടുണ്ടാവും. കാതിലോ തലയിലൊക്കെ അലങ്കരിക്കാൻ അത്രയല്ലേ ഉള്ളൂ. സാരമില്ല. ഇനി പൂവും തളിരൊക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം നട്ട് നനച്ചുണ്ടാക്കിയാലേ പറ്റുള്ളൂ. നിങ്ങൾ പറയണത് ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു കാര്യമൊക്കെ പറഞ്ഞു. എന്ത്? അശോകവനം തകർക്ക്? ആര്? സീത. സീതയോ? സീത അശോകവനം തകർത്തുന്നോ? അതെ, സീത അശോകവനം തകർത്തു. ഞാൻ കാട്ടുന്നു കൊണ്ടുവന്ന സീത? ആ സീതയില്ലാതെ വേറൊരു സീത. വേറൊരു സീത? സീത ഒന്നല്ലേ ഉള്ളൂ? അല്ല, ഇപ്പം ഏതായാലും വേറൊരു സീതയും കൂടി ഇവിടെ ഉണ്ട്. ഇവർ പറയണേലോ ഒരു ചർച്ചയിലായുണ്ടല്ലോ. സീത ഉദ്യാനം നശിപ്പിക്കുക, മുഴുവൻ തല്ലി തകർക്കുക. ഓ, ചോദിക്കാം. ചിലപ്പോൾ ഐരാവതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും ചോദിക്കാം. നിങ്ങൾ പറയുന്ന സീത കണ്ടാൽ എങ്ങനെയാ? കണ്ടാൽ വെളുത്ത് തടിച്ച് പട്ടു കൂറ്റനായിട്ടുള്ളൊരു സീത ഐരാവതം തന്നെ. കാരണം ഐരാവതത്തിന് എന്നോട് ദേഷ്യമുണ്ട്. അനവധി വട്ടം മസ്തകത്തിലേക്ക് 20 കൈകളെ കൊണ്ട് മാറി മാറി പ്രഹരിച്ചിട്ടുണ്ട്. അപ്പം അറിയാണ്ട വന്ന് ഉദ്യാനം നശിപ്പിച്ചതാവും. കാവക്കാരെ, നിങ്ങൾ പറയണത് കേട്ടിട്ട് അത് ഐരാവതാണോ തോന്നുന്നു? അതെ, ഐരാവതം തന്നെയാണ്. ഐരാവതാണോ നശിപ്പിച്ചത്? ആദ്യം സീത എന്ന് പറഞ്ഞു, ഇപ്പം ഐരാവതം. വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നും കൂടിയും ചോദിക്കാം. അതെ, ഐരാവതത്തിന് എത്ര കൊമ്പാ? കൊമ്പുണ്ടോ നോക്കിയോ? ഇപ്പോൾ കുരങ്ങനെ എത്ര കൊമ്പാ? കുരങ്ങനെ കൊമ്പുണ്ടോ? അപ്പോൾ അല്ല സ്വാമി ഉണ്ടോ ചോദിച്ചില്ലേ? ഉണ്ടോന്നല്ല, എത്ര കൊമ്പാന്നാ ചോദിച്ചത്. ഇനിയിപ്പോൾ കഷ്ടിയായിട്ട് പറഞ്ഞാൽ തിരുവുള്ളക്കേടായാലോ അലോഗ്യമായാലോ കുറയ്ക്കണ്ട. ഒരു 25ഓളം കൊമ്പുണ്ടാവുന്നാ തോന്നുന്നത്. 25 കൊമ്പോ? വിഡ്ഢികളെ, സാധാരണ ആനകൾക്ക് 2 4 കൊമ്പുണ്ട്. അതാ പറഞ്ഞത്. എന്നാൽ ഇതിന് 3 കൊമ്പേ ഉള്ളൂ. 3 കൊമ്പോ? ഒരെണ്ണം പിന്നിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു നിൽക്കേണ്ട തല്ല നിൽക്കും കൂടെ. 2 എണ്ണം ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണാണ്ടേ ഉള്ളൂ. എന്തൊക്കെയാ ഈ വിഡ്ഢികൾ പറയണം? സീത എന്ന് പറഞ്ഞു, ഐരാവതാണെന്ന് പറയണു. 25 കൊമ്പ്, പിന്നെ 3 കൊമ്പായി. ആലോചിച്ചു. അതിബുദ്ധിമാനാ രാവണൻ.
സാധ്യതകളെ ചിന്തിച്ചു. തലയുടെ പിന്നിൽ കൂടെ ഈ പറഞ്ഞ ലക്ഷണം കേട്ടൊരു വാനരൻ്റെ വാല് വളച്ചു പിടിച്ചാൽ പിന്നിൽ കൂടെ എന്ന് തോന്നും. ഇടയ്ക്ക് കാണില്ല എന്ന് പറയുന്നത് ദംഷ്ട്രകളാവും. വലിയ കുരങ്ങന്മാരാകുമ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ പല്ലിളിക്കുമ്പോൾ പുറത്ത് കാണും, ഇടയ്ക്ക് കാണാണ്ട് വരും. രാക്ഷസരെ, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അതൊരു വാനരനാണോ തോന്നുന്നു, ഒരു കുരങ്ങൻ? അതെ, കുരങ്ങൻ തന്നെ. കുരങ്ങൻ ഉദ്യാനം നശിപ്പിച്ചു. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, സ്വാമിയെ കൊണ്ടെന്നെ ആദ്യം വാനരൻ അങ്ങോട്ട് പറയിപ്പിച്ചു. ഇനി പേടിക്കാല്ലോ, സ്വാമിയല്ലേ ആദ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ കഥ കഴിയില്ല. എന്ത്, ഒരു വാനരൻ ഉദ്യാനം നശിപ്പിക്കുക? പറഞ്ഞത് കൽപ്പന കൊടുത്തു കിങ്കരന്മാരോട് പിടിച്ചു കൊണ്ടുവരാൻ. അനവധി കിങ്കരന്മാരുടെ കഥ കഴിച്ചു. അവസാനം അക്ഷകുമാരൻ്റെ കഥയും കൂടി കഴിച്ചതിന് ശേഷമാണ് ഇന്ദ്രജിത്ത് പുറപ്പെട്ടത്. അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ബദ്ധനാക്കുകയും ചെയ്തു. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ തീർച്ചയാക്കി തന്നെയാണ് പറ്റിയ അവസരം. എന്താ, ബ്രഹ്മാവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ ജന്മത്തിൽ ജീവൻ കൊടുക്കില്ല, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾക്ക് ഹനുമാന് പുനർജന്മം നൽകി. അതിന് പകരമായിട്ട് ഒന്ന് പറഞ്ഞു, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ആയുധം തട്ടി 3.25 നാഴിക നേരം മോഹാലസ്യപ്പെട്ട് കിടക്കണം ബോധമില്ലാതെ കണ്ട് ആ കടം ഇപ്പോഴങ്ങോട്ട് തീർക്കാൻ തീർച്ചയാക്കി. എന്താ, ഇനിയിപ്പോൾ രാവണ യുദ്ധം ബുദ്ധിമുട്ടാണ്. മാത്രമല്ല തൻ്റെ ആവശ്യം എന്താ, രാവണനെ നേരിട്ട് കാണാൻ. ആ ശരം സ്വീകരിച്ചു, മോഹിതനായിട്ട് വീണു. ഇന്ദ്രജിത്ത് വിചാരിച്ചത് എന്താ, കഥ കഴിഞ്ഞു, കെട്ടിയെടുത്ത് കൊണ്ടുവരാൻ കൽപ്പന കൊടുത്ത് രാവണൻ കടത്തേക്ക് ചെന്നു. പറഞ്ഞു, അച്ഛാ, വാനരൻ്റെ കഥ കഴിക്കേണ്ടി വന്നു, ബന്ധിക്കാൻ പറ്റിയില്ല. വാനരൻ രാക്ഷസന് ശരീരമെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം രാവണനും അതെ കാത്തിരിക്കുകയായിരുന്നു. കഥ കഴിച്ചൂല വെച്ചാൽ ഉണ്ണിക്ക് ആപത്ത് പറ്റിയിട്ടില്ലല്ലോ. ആ കെട്ടെടുത്തിട്ട് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ദൂരേന്ന് ഇങ്ങനെ നോക്കി. രാക്ഷസന്മാർ കെട്ട് മുമ്പിലേക്ക് എത്തിയിട്ട് അങ്ങോട്ട് തട്ടിയപ്പോൾ രാവണൻ താഴത്തേക്കാ നോക്കിയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും എന്ന് ചോദിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താ, തട്ടനോട് കൂടി 3.25 നാഴികയൊക്കെ കഴിഞ്ഞിരുന്നു. ഹനുമാൻ ഇടയിൽ നിന്ന് ഉണർന്നു. നോക്കിയപ്പോൾ തലയുടെ മീതെ വരില്ലേ ഏറ്റിക്കോട്ടെ നിശ്ചയിച്ചു. തുരുമ്പിൽ എത്താറായിരുന്നൊക്കെ രാവണൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആവശ്യം മനസ്സിലായി. കെട്ടങ്ങോട്ട് പൊട്ടിച്ച് ചാടി നിന്നു. അതുകൊണ്ട് എന്താ, ആദ്യം ഹനുമാനാണ് കണ്ടത്. പുരോഭാഗത്ത് സിംഹാസനാരൂഢനായിരിക്കുന്ന രാവണനെ കണ്ടു. അതിൻ്റെ ശേഷം രാവണനും വാനരനെ കണ്ടു. വായുപുത്രനായിട്ടുള്ള വാനരനെ ഹനുമാനെ കണ്ടു. ചാടി നിന്നപ്പോഴാണ് നോക്കിയപ്പോഴാണ് പുരോഭാഗത്തായിട്ട് ഒരു കൂസലും കൂടാതെ കണ്ട് നിൽക്കണ ഹനുമാനെ കണ്ടത്. കണ്ടപ്പോഴോ എന്താ തോന്നിയത്, ചിത്രീയമാണ് ഹൃദയനായി തീർന്നു. ആശ്ചര്യം ഉണ്ടായത്, അത്ഭുതപ്പെട്ടു. എന്താ, വാനരൻ എന്ന് കേട്ടപ്പോൾ സാധാരണ ഒരു കുരങ്ങ് അങ്ങോട്ട് ചാടി നടക്കുന്ന വിദ്വാൻ അത്രേ കണക്കാക്കിയുള്ളൂ. അനവധി ഭടന്മാരെ നിഗ്രഹിച്ചു, കുറച്ച് ശക്തിയുള്ളവനാണ് കണക്കാക്കി. തൻ്റെ സപ്തമന്ത്രികുമാരന്മാരുടെ കഥ കഴിച്ചു. പഞ്ചസേനാപതികൾ സാമാന്യനല്ല എന്ന് മനസ്സിലായി. അക്ഷരെ നിഗ്രഹിച്ചപ്പോൾ മായാശക്തിയുള്ളവനാണെന്ന് മനസ്സിലായി. നേരിട്ട് ഇങ്ങോട്ട് കണ്ടപ്പോഴോ ഒന്നുമല്ല, ഇതിൽ എത്രയോ ചെയ്യാൻ സാധിക്കും ഇവനെന്നാണ് തോന്നിയത്. അമ്പാ, ഒരു വാനരന് ഇത്രയും തേജസ്സോ, ചിത്രീയമാണ് ഹൃദയ. മാത്രല്ല ഇതി അമംസ്ത, ഇങ്ങനെ മനനം ചെയ്തു രാവണൻ. ഇങ്ങനെ വിചാരിച്ചു. എപ്പോ തൻ്റെ മുമ്പിൽ നിൽക്കണ ഹനുമാനെ കണ്ടപ്പോ രാവണൻ ഇങ്ങനെ വിചാരിച്ചത്. എന്താ വിചാരിച്ചത്, നന്ദീശ്വര സ്വയം ഉപാഗത ഇത്യമംസ്ത. നന്ദികേശ്വരൻ സ്വയം ഇവിടേക്ക് വന്നതാണോന്ന്. അതെന്താ, വായുപുത്രനായിട്ടുള്ള ഹനുമാനെ കണ്ടിട്ട് നന്ദികേശ്വരൻ വന്നതാണോ എന്ന് വിചാരിക്കാൻ കാരണമുണ്ട്. എന്താ, നന്ദികേശ്വരൻ ശിവഭൂതങ്ങളിൽ പ്രധാനിയായിട്ടാണ്, ഭൂതഗണ പ്രധാനിയാണ്. അപ്പോൾ ഒരു വാനരനായിട്ടുള്ള നന്ദികേശ്വരനെ കണ്ടാൽ രാവണന് കഥ ചെയ്യാനായിട്ടാണോ ഈ നന്ദികേശ്വരനാണെന്ന് വിചാരിക്കാൻ ഹനുമാനെ കണ്ടിട്ടെന്നാണെങ്കിൽ അങ്ങനെയല്ല. നന്ദികേശ്വരൻ ഒരിക്കൽ വാനരൻ വേഷം സ്വീകരിച്ചിട്ടുണ്ട്. വാനര രൂപം എപ്പോഴാ, കൈലാസ ശൈലതുലനാഗസി ശാപദായി നന്ദീശ്വര. കൈലാസ ശൈലതുലനമാകുന്ന ആഗസിങ്കൽ വെച്ച് ശാപത്തെ ദാനം ചെയ്തിട്ടുള്ള ആ നന്ദീശ്വരനാണോ തൻ്റെ പുരോഭാഗത്ത് നിൽക്കുന്നത് എന്നാണ് സംശയിച്ചത്. മനസ്സിലായിട്ടുണ്ടാവില്ല. രാവണൻ കൈലാസപർവ്വതം എടുത്ത സമയത്ത് ശപിച്ച നന്ദികേശ്വരൻ അതെങ്ങനെയത്, കൈലാസപർവ്വതം ശിവപരമേശ്വരൻ്റെ വാസസ്ഥാനല്ലേ. അപ്പോൾ അതെടുത്താൽ ഭഗവാനല്ലേ ബോധിക്കേണ്ടത്, നന്ദികേശ്വരനാണോ ശപിക്കുക എന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചു. രാവണൻ ലങ്കയിലിരിക്കുന്ന കാലത്ത് ലോകങ്ങൾ മുഴുവൻ രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുക. അങ്ങനെയാണല്ലോ, രാജാക്കന്മാരെയൊക്കെ പലരുടെ കഥ കഴിച്ചു, ബാക്കിയുള്ളവരെ ബന്ധനത്തിലാക്കി
ജയിച്ചു, ത്രൈലോക്യനാഥനായിട്ടിരിക്കുന്നു. ആ കാലത്ത് അളകേന്ന് വൈശ്രവണ്ണ ഒരു ദൂതനെ പറഞ്ഞയച്ചു രാവണനെ ഉപദേശിക്കാൻ. അനുജനാണല്ലോ, ദുഷ്ടനാണെങ്കിലും അനുജനാണ്. ദേവന്മാർ വധോപായം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദുഷ്പ്രവൃത്തികൾ, ദേവോപദ്രവമൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറയാനായിട്ടൊരു ദൂതന്. സംശയമൊന്നും ഉണ്ടായില്ല, തന്നോടാരും എതിർത്ത് പറയുന്നത് ഇഷ്ടമല്ല. ആ ദൂതൻ്റെ ശിരച്ഛേദ ആദ്യം കഴിച്ച്. ദൂതവധം നിഷിദ്ധാണ്, ഒന്നും ചിന്തിച്ചില്ല. മാത്രമല്ല യുദ്ധത്തിന് പുറപ്പെട്ടു, അളകയിൽ ചെന്നു, വൈശ്രവണ്ണനെ പരാജയപ്പെട്ടു. വധിക്കാനായിട്ട് തോന്നിയപ്പോഴും ആലോചിച്ചു, വേണ്ട, എന്തായാലും ജ്യേഷ്ഠനല്ലേ, കഥ കഴിക്കേണ്ടെന്ന് നിശ്ചയിച്ചു. അവിടെ എത്തു. ജയലക്ഷനായിട്ട് ജയിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് പുഷ്പക വിമാനവും അപഹരിച്ച് അവിടുന്ന് മടങ്ങി. പുഷ്പകത്തിൽ കയറി മടങ്ങണ സമയത്ത് കൈലാസപർവ്വതത്തിൻ്റെ അടുത്തെത്തി. കൈലാസപർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പുഷ്പകം മുമ്പിലേക്ക് പോകാണ്ട് അവിടെ അങ്ങനെ നിൽപ്പായി. സൂതനോട് ചോദിച്ചു, സൂതൻ, എന്താ പുഷ്പകം നീങ്ങാത്തത്? സ്വാമി, നമ്മളിപ്പോൾ കൈലാസത്തിൻ്റെ അടുത്തെത്തി. അതിനെന്താ? അല്ല, പർവ്വതം മുമ്പിലുണ്ട്, വഴി ഇല്ല. വഴിയില്ലാന്നോ? ത്രൈലോക്യ ചക്രവർത്തിയായിട്ടില്ല, രാക്ഷസ ചക്രവർത്തിയായിട്ടില്ല, എനിക്ക് വഴിയില്ലാന്നോ? അല്ല, കൈലാസമാണ് മുമ്പിൽ, അതാണ് വഴി ഇല്ല എന്ന് പറഞ്ഞത്. പറഞ്ഞു നിൽക്കുകയാണ്. ആഹാ, അത്രത്തോളമായി അധികാരം. മാറാൻ പറയാ അവനോട്, എൻ്റെ വഴിയിൽ നിന്ന് മാറാൻ പറയേ, ഞാൻ എഴുന്നള്ളുണ്ടെന്ന് പറയേ. സൂതൻ പറഞ്ഞാൽ നോക്കിയല്ലോ, ഇറങ്ങി കൈലാസത്തിനോട് പറഞ്ഞു, അതെ കൈലാസം, രാക്ഷസ ചക്രവർത്തി ത്രിലോക്യനാഥൻ രാവണൻ എഴുന്നള്ളുണ്ട്, വഴിയിൽ നിന്ന് മാറണം, ഞങ്ങൾക്കത് കൂടെ പോവാൻ, വഴിയിൽ നിന്ന് മാറണം, കൽപ്പനയുണ്ട്. രാവണന്റെ കൽപ്പനയോ രാക്ഷസന്റെ കൽപ്പനയോ മാറാൻ സാധിക്കില്ല. എൻ്റെ ഉപരിഭാഗത്ത് ശിവപരമേശ്വരനാണ്, പറഞ്ഞോ, മാറാൻ പറ്റില്ല. ആ രാക്ഷസനോട് പറഞ്ഞേക്ക് മാറാൻ സാധിക്കില്ല എന്ന്. വേഗം ഇവിടെ വന്നു. മാറാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ശിവപരമേശ്വരൻ ഉപരിഭാഗത്തുണ്ട് എന്നാ പറഞ്ഞത്. എന്ത്? ശിവപരമേശ്വരൻ ഉപരിഭാഗത്തുണ്ട് എന്നുള്ള അഹങ്കാരം കൊണ്ട് രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള എനിക്ക് വഴി തരില്ല എന്നോ? എന്നാൽ അതൊന്നും അറിഞ്ഞിട്ട് കാര്യം, ഇവനെ ഇവിടുന്ന് മാറ്റിവെച്ച് ഞാൻ ഈ വഴി കൂടെ തന്നെ പോകണ്ട്. വേരുന്ന ചാടി ഇറങ്ങി പർവ്വതം ഒന്ന് നോക്കി, അതിൻ്റെ ഭൂമിയും പർവ്വതമായിട്ടുള്ള ബന്ധം വേർപെടുത്തി 20 കൈകളും അതിൻ്റെ അടിയിൽ കടത്തി എടുത്ത് മാറ്റി വെച്ച് പോകാനേ ഉദ്ദേശിച്ചു. ആ പർവ്വതം അങ്ങോട്ട് എടുത്തങ്ങോട്ട് പൊക്കി കഴിഞ്ഞപ്പോൾ എന്തായി? അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. അമ്പട ഞാന്, എനിക്ക് ഇത്രത്തോളം എന്താ ശക്തിയില്ലേ, ഇതുവരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. രാജാക്കന്മാരെയും അസുരന്മാരെയൊക്കെ അനവധി നിഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പർവ്വതത്തിൻ്റെ നേരെ ഈ പർവ്വതം പൊക്കിയപ്പോൾ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. എന്നാ ഒന്ന് കളിക്കാൻ നിശ്ചയിച്ചു. 20 കൈകളെ കൊണ്ട് അമ്മാനെ അടിത്തുടങ്ങി. ആ സമയത്ത് പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്ത് ശ്രീപരമേശ്വരനാണെന്ന് പറയുണ്ടായല്ലോ. അവിടെ ഭഗവാനും ദേവിയും തമ്മിൽ ചെറിയൊരു പ്രണയകലഹം നടക്കുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ പതിവുണ്ടോ സ്ഥിരമായിട്ടെന്നാണെങ്കിൽ അങ്ങനെ പതിവില്ല. ഭഗവാനും ദേവിയും നല്ല ലോകിയായിട്ട് തന്നെ അവരങ്ങനെ കലഹമൊന്നും പതിവില്ല. പക്ഷേ ഉണ്ടായി എങ്ങനെയെന്ന് വേണം പറയാൻ. അതെന്താ? ഒരു ദിവസം ഭഗവാൻ പാർവതി ദേവിയെ എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാന് പാർവതി ദേവി അല്ലാണ്ട് മറ്റൊരു ഭാര്യയും കൂടി ഉണ്ട്. രഹസ്യമായിട്ടാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ പരസ്യമായ രഹസ്യം, ലോകർക്കൊക്കെ അറിയാം. പക്ഷെ പാർവതി ദേവിക്ക് അതറിയില്ല, രഹസ്യമാക്കി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില സംശയം ഇല്ലാതെ ഇല്ല. ആ കുളക്കടക്കിലൊക്കെ വെച്ച സഖിമാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില വേറൊരുത്തി കൂടി ഉണ്ടോ ഒരു സംശയം, അത്രയേ ഉള്ളൂ. എന്നാലും അതിന് തെളിവൊന്നുമില്ല, ബോധ്യം ഇല്ലേനും ഇല്ല എന്നുള്ള ധാരണയിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പാർവതി ദേവിയെ ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാ മറ്റേത് ഭാര്യ ഗംഗാദേവി ജടാഭാരത്തിൻ്റെ ഉള്ളിലാണല്ലോ വെച്ചേക്കുന്നത്, സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ ഗംഗ തലയിലിരുന്ന് ഇങ്ങനെ നിരീക്ഷിച്ചു. കഷ്ടം, എത്ര കാലമായി എന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചേക്കുന്നു. ഈ ജടാഭാരത്തിൻ്റെ ഉള്ളിൽ തിങ്ങി വിങ്ങി ശ്വാസം മുട്ടിങ്ങനെ കഴിയുക. പറയുമ്പോൾ എന്താ? ലോകനായകനായിട്ടുള്ള ശ്രീപരമേശ്വരൻ്റെ പത്നി, അങ്ങനെയാണല്ലോ പുറമേ പറയണത്. ആ ശിവപരമേശ്വരൻ്റെ ഭാര്യാവധുവൊക്കെയാണ്. അപ്പോൾ കേട്ടാലും അതെ, എല്ലാവരും വിചാരിക്കുക എന്താ, പാർവതിയേക്കാൾ ഇഷ്ടം ഗംഗയോടാ. എന്താ കാരണം? തലയിലാ കയറ്റി വെച്ചേക്കണതേ. പാർവതിയെ മടിയിൽ ഉള്ളത് തലയില, അങ്ങനെയാണല്ലോ പറയുക. സ്വതേ എങ്ങനെയല്ലേ, ഇഷ്ടം കൂടിയാൽ തലയിൽ കയറ്റി വെക്കുക എന്ന് പറയും. കേട്ടോ, ആ വിദ്വാൻ ഭാര്യയെ തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കണത് എന്നൊക്കെ പറയാറുണ്ടോ? സ്വതേ ഇഷ്ടം കൂടിയാ അങ്ങനെ പതിവുണ്ടോ? പപ്പൊക്കെ ആണെങ്കിൽ പതിവുണ്ട്. ഇപ്പം പ്രായമായതുകൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ, എല്ലാവരുടെ സഹായമൊക്കെ വേണ്ടി വരും വേണമെങ്കിൽ പോകും.
പറയെന്താ, ഇഷ്ടം കൂടിയാൽ തലയിൽ കയറ്റി വയ്ക്കാൻ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അങ്ങനെ പറയാന്നല്ലാതെ കണ്ട് തനിക്ക് ഭർത്തൃസുഖങ്ങളൊന്നും ഇതുവരെ അനുഭവിക്കാൻ തരായിട്ടില്ല. ശിവപരമേശ്വരൻ്റെ ഭാര്യ എന്ന് പറയുകയല്ലാതെ കണ്ട് തനിക്ക് ഭർത്തൃസുഖങ്ങളൊന്നും അനുഭവിക്കാൻ തരാവണില്ല. തനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിരോധം ഉണ്ടായിരുന്നില്ല. സ്ത്രീയാണല്ലോ, മറ്റോളം അനുഭവിക്കുന്നത് കാണാനുമുണ്ട്. ആ കീഴ്പ്പെട്ടിങ്ങോട്ട് നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ രണ്ടു കൂടി ക്രീഡിക്കണതാ കാണാൻ. അപ്പോൾ ഈ ഭഗവാൻ പാർവതി ദേവിയെ മടിയിൽ വെച്ച് ലാളിക്കുമ്പോൾ ആ സംഭാഷണമൊക്കെ ഇങ്ങനെ കുറേശ്ശെ കേൾക്കും. ഓഹോ, രണ്ടും കൂടി ഏട്ടത്തം തുടങ്ങിയേക്കുന്നു അവിടെയല്ലേ. എനിക്കാണെങ്കിൽ ഇതിനുള്ളൊരു ഭാഗ്യമില്ല. ഒരു ലജ്ജയല്ലാണ്ട് രണ്ടും കൂടി ഓരോന്നും കാണിക്കണതേ. ഇടയ്ക്കൊന്ന് എന്തായി അവിടെ ഒന്ന് തലയൊക്കെ നോക്കാൻ തോന്നുന്ന ഒരാവശ്യമില്ല. എന്നാലും ഒന്ന് കീഴ്പ്പെട്ട് നോക്കും, അപ്പം തന്നെ വരിക്കും, കാണണ്ടാന്ന് തിരിച്ചു വരിക്കും. അത് കാണുമ്പോൾ സങ്കടവും ആ പാർവതി ആയിട്ട് ഭഗവാൻ ആ ക്രീഡിക്കുന്നത് കാണുമ്പോൾ ആ സങ്കടം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോഴാ തോന്നി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, എൻ്റെ കാര്യം മറന്നു എന്നാ തോന്നുന്നത്. കുറകാലമായിപ്പോൾ തലയിൽ വെച്ച് വെച്ചിട്ടേ ഞാനിവിടെ ഇരിക്കുന്ന കാര്യം ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. പ്രായമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും, അതാവേ അതിൻ്റെ സ്ഥിതിയാവും. എന്തായാലും ഞാനിവിടെ ഉണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ നിശ്ചയിച്ചു. ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് ആ ജടാഭാരത്തു നിന്ന് ഒരേഴ ഒന്ന് പിടിച്ചു വലിച്ചു. ഇത്തിരി വേദനിക്കാൻ പാകത്തിനാ, അറിയാൻ ഇങ്ങോട്ടനുസരിച്ചിട്ടാ. ഭഗവാൻ അത് മനസ്സിലായി. ഓഹോ, ഗംഗയുടെ വിദ്യയാണ്, ഗംഗയുടെ പ്രയോഗമാണ് അല്ലേ. ഭഗവാനല്ലേ, അദ്ദേഹത്തിന് അറിയാത്ത കാര്യമില്ലല്ലോ. കാര്യവും മനസ്സിലായി. എന്താ, ഗംഗയെ സന്തോഷിപ്പിക്കണം, ഗംഗയായിട്ട് പേടിക്കണം, അതാണ് ആവശ്യം. നിവൃത്തിയൊന്നുമില്ല, കാരണം പാർവതി എപ്പോഴും അടുത്തുണ്ട്. ഇത് പാർവതി അറിയാണ്ടുള്ളതാണ്. അപ്പോൾ പാർവതിയോട് അതേ കുറച്ചു നേരം ഒന്ന് പൊക്കോളൂട്ട്, ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. അതുമില്ല, അറിഞ്ഞു നടിച്ചില്ല. ഒന്ന് വലിച്ചിട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ജടാഭാരത്തു നിന്ന് 2-3 ഇഴ ഒന്നിച്ചുകൊണ്ട് പിടിച്ചു. നല്ല ശക്തിയിലൊരു വരി. അതോടുകൂടി ഭഗവാനും അതേ നല്ലോണം വേദിച്ചു. വേദനിച്ചാൽ പെട്ടെന്ന് കൈ തലയിൽ ചെല്ലുള്ളൂ. കയ്യൊക്കെ തലയിൽ കൊണ്ടുപോയി. ഇത് പാർവതി ദേവി കണ്ടു. എന്താ എന്താ അങ്ങ് തലയിൽ കയ്യൊക്കെ കൊണ്ടുപോകണത്? പറയാൻ പറ്റുമോ? ഗംഗ ജട വലിച്ചിട്ടാണെന്ന്. അല്ല പാർവതി, ഒന്നുമില്ലാണ്ട് വെറുതെ അങ്ങനെ കൈ കൊണ്ടുപോ. നെറ്റിയൊക്കെ ചുളിച്ചിന് കണ്ടു, എന്തോ അസ്ഥിത പോലെ. ഒന്നുമില്ല പാർവതി, അതല്ല ഇങ്ങനെ പതിവില്ലാത്ത അപശബ്ദമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, കൈ തലയിൽ പോവുക, അങ്ങക്ക് വല്ല സുഖല്യായ ഉണ്ടോ? ഇല്ല പാർവതി, ഒന്നുമില്ല, ചെറിയൊരു തലവേദന, അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞത് അങ്ങനെയാണ്. തലവേദന ശാരീരികമായിട്ടുണ്ടാവുന്നത് എന്നേ പാർവതി ധരിക്കുള്ളൂ. ഭഗവാൻ ഉദ്ദേശിച്ചതോ ഗംഗയുടെ പ്രവൃത്തിക്ക് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. അതാ ഓർമ്മയ്ക്ക് അങ്ങനെയല്ലേ. എന്താ ഇപ്പം പതിവില്ലാണ്ട് അങ്ങനെ ഒരു തലവേദന അതിന് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പതിവൊന്നും ഉണ്ടായിട്ട് വേണമെന്നല്ലോ, തലവേദനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. അല്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ കാണുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. പാർവതി വിഷമിക്കാനൊന്നുമില്ല, ചെറിയൊരു തലവേദന അത്രയും. എന്നാലും ഇപ്പം അത് എന്താ കാരണം അതൊന്നും അറിയണമല്ലോ. നീരിളക്കത്തിൻ്റെയാണ്, അത്രയേ ഉള്ളൂ. ആവും. പാർവതി ധരിക്കേണ്ട സാധാരണ നീരിളക്കം, ജലദോഷം, അത്രയും വിചാരിക്കുള്ളൂ. ഭഗവാൻ ഉദ്ദേശിച്ചതോ ഗംഗയുടെ ഇളക്കം എന്നാണ്. ഗംഗ നീരാണല്ലോ, ജലാണല്ലോ. ഗംഗയുടെ ഇളക്കം എന്നാണ് ഉദ്ദേശിക്കേണ്ട ഉള്ളില്. കേൾക്കണ പാർവതി ധരിക്കേണ്ട സാധാരണ ജലദോഷം. ആഹാ, നീരിളക്കത്തിൻ്റെ ആണല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഔഷധം കൊണ്ടുവരാം. അതൊന്നും വേണ്ട പാർവതി. അല്ല വല്ല അസുഖോ അരിഷ്ടോ ഇതിനിപ്പോ നീ വിഷായം കുടിപ്പിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുടിച്ച പോലെ എന്താ അങ്ങ് പറയണേ? അതല്ല, ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് മാത്രം. എന്നാ ഞാൻ വല്ല മരുന്നും അരിച്ചു കൊണ്ടുവരാം, നെറ്റിയിലൊന്ന് ലേപനം ചെയ്താൽ ഒന്ന് പുരട്ടിയാലൊരു സുഖം ഉണ്ടാവുമല്ലോ. വേദന അതിൻ്റെ ഒന്നും ആവശ്യമല്ല. അല്ല, അങ്ങ് ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. പാർവതി, സങ്കടപ്പെടുമൊന്നും വേണ്ട, തന്നെ വന്നതല്ലേ, തന്നെ പൊക്കോളും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നല്ല ദണ്ണുണ്ട്, ഞാൻ മരുന്ന് കൊണ്ടുവരാം. പാർവതി, ഇത് പാർവതിയുടെ മരുന്നുകൊണ്ടൊന്നും മാറുന്നതല്ല. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിധായത്, എന്താ അങ്ങ് ഇങ്ങനെയൊക്കെ പറയണത്? അതല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. തൽക്കാലം പാർവതിയെ സമാധാനിപ്പിച്ചു. പക്ഷെ ഭഗവാന് മനസ്സിലായി, എന്ത് ഗംഗ രണ്ടും കൽപ്പിച്ചിട്ടാ. ഇനി ശ്രദ്ധിച്ചില്ല വെച്ചാൽ ചിലപ്പോൾ മടിയിലിരിക്കേണ്ട ഇറങ്ങി കൊണ്ടുപോകുന്നു വരും. ഇത്രയും കാലം മറച്ചു വെച്ചത് വെറുതെ ആവും. ഗംഗയായിട്ട് ക്രീഡിക്കണം. ഗംഗയായിട്ട് ക്രീഡിക്കണമെങ്കിൽ പാർവതി ഉള്ളപ്പോൾ പറ്റില്ല. പാർവതിയാണെങ്കിൽ സദാസമയവും തൻ്റെ കൂടെയാണ്. പാർവതിയെ ഇവിടുന്ന് ഒന്ന് മാറ്റണം. പറയാൻ നിർത്തിയല്ലോ. അതേ പാർവതി എന്നങ്ങോട്ട് പോണോ? ഇനി അച്ഛൻ്റെ അടുത്തേക്കായാലും വിരോധമില്ല. അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നോളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഉണ്ടെന്ന് നിർത്തിയില്ല. അപ്പോഴാണ് ഒരു യുക്തി തോന്നിയത്. പാർവതി വല്ലപ്പോഴും തൻ്റെ സമീപത്തുനിന്ന് പോകാറുണ്ട്. എവിടേക്ക്?
അപ്സര സ്ത്രീകൾ വരുമ്പോൾ അവരുടെ കൂടെ മാനസ സരസിലേക്ക് ജലക്രീഡയ്ക്കായിട്ട് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ പാർവതിയുടെ സ്നാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഗംഗയായിട്ട് ക്രീഡിക്കാം, ഗംഗയെ സന്തോഷിപ്പിക്കാം, സമാധാനിപ്പിക്കാം. പാർവതി അറിയൂല, രണ്ടു കൂട്ടർക്കും അലോഗ്യാവില്ല, സന്തോഷമാവുകയും ചെയ്യും. അതന്നെ ഭേദം. ഭഗവാൻ സ്മരിച്ചു, അക്ഷര സ്ത്രീകളെ സ്മരിച്ചു. സ്വർഗത്തിലുള്ള അക്ഷര സ്ത്രീകളൊക്കെ ഇവിടെ എത്തട്ടെ എന്ന് ഭഗവാനല്ലേ സ്മരണ മാത്രയിൽ തന്നെ അവിടെ വർത്തമാനം അറിയുണ്ടായി. അക്ഷര സ്ത്രീകളൊക്കെ കൂടി അവിടുന്ന് പുറപ്പെട്ടു. ഒരാളല്ല, ഒരാളായിട്ടല്ലല്ലോ, ഉർവശിയും ഗംഭയും മേനകയും തിലോത്തമ എന്ന് വേണ്ട സകല അക്ഷര സ്ത്രീകളും കൂടി അവിടുന്ന് പുറപ്പെട്ടു. അവർക്കും അതെ മാനസവേദ, വിചാരിച്ചാൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ എത്തും. അവര് ഭഗവാൻ വിചാരിച്ചു ക്ഷണ നേരം കൊണ്ട് കൈലാസത്തിന്റെ ഗോപുരത്തിലെത്തി. അവരവിടുന്ന് പുറപ്പെടുത്തും ഇവിടെ എത്തണതൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നുള്ളൂ. അവർ ഗോപുരത്തിലെത്തി നേരെ അകത്തേക്ക് അങ്ങോട്ട് കടക്കാൻ തുടങ്ങി. അകത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഗോപുരകാവക്കാരുണ്ട്. ഭൂതഗണങ്ങളിലൊരു വിദ്വാനാണ്, ഭൃങ്കിരടി എന്നാണ് പേര്. ആ വിദ്വാന് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. മുൻശുണ്ഠി കലശല്, മറവി അതിലേറെ, ദേവനോടും ദേവിയോടും വല്ലാത്തൊരു ഭക്തി. മാത്രമല്ല കുറച്ചധികം ദേവിയോടുണ്ട്. അക്ഷരം സാമാന്യം പോലെ പറയാൻ പറ്റില്ല. അവൻ്റെ അനുവാദം ഇല്ലാണ്ട് ആരും അകത്ത് കിടക്കുന്നത് അവന് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു വിദ്വാനാണ്. കുന്തവും പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ലൊരു മരവുണ്ടോ? ഏതെങ്കിലും മാറ്റിയന്മാര് ചോക്കാണ്ടേതായാലും ആരെയും കടത്തി വിടില്ല. അങ്ങനെ കുന്തവും പിടിച്ച് നിൽക്കണതിൻ്റെ ഇടയിൽ അവർ ഒന്നിച്ചും കിടത്ത് മാറ ഞാനിവിടെ ഈ കുന്തവും പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അനുവാദം ഇല്ലാണ്ട് അകത്തേക്ക്. അപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു വിദ്വാനെ അവർ കണ്ടിട്ട് തന്നെ ഇല്ല. ഇങ്ങനെ ഒരു വിദ്വാൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നിങ്ങളെ തിരിച്ച് ഞാനിവിടെ ഈ കുന്തം പിരിഞ്ഞ പോലെ നിൽക്കണില്ലേ? കുന്തം പിരിഞ്ഞിട്ടുണ്ടോ അറിയില്ല, കയ്യിലൊരു കുന്തം കാണാണ്ട്. ആക്ഷേപിക്കാം, കിടന്നു പോവാൻ, ഇവിടെ കിടക്കാൻ പറ്റില്ലേ, പോവാൻ. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് തൃപ്പാദം കണ്ട് വന്ദിക്കണം. കണ്ടോളി, ഈ തൃപ്പാദമല്ല ഭഗവാന്റെ തൃപ്പാദം കണ്ട് വന്ദിക്കണം എന്ന് ഇപ്പൊ തരാറില്ല. നയത്തിൽ കൂടാ ഭേദം നിശ്ചയിച്ചു. ഒരു മാറ്റിയാനാണെന്ന് മനസ്സിലായി. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് തൃപ്പാദം കണ്ട് വന്ദിക്കണം. ഇങ്ങനെ മര്യാദയ്ക്ക് ആദ്യം തന്നെ ആവായിരുന്നു, ഓടി പോവല്ല. തൃപ്പാദം കണ്ട് വന്ദിക്കണമെങ്കിൽ അതിന് ചില സമ്പ്രദായമൊക്കെ ഉണ്ട്. ആദ്യം എന്നെ കാണണം, എന്നിട്ട് എന്നോട് കാര്യം പറയണം. എനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവിടെ പോയി പറയും, അവിടെ സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പറയും. അപ്പോ അങ്ങോട്ട് പോവാം. ശിവ ഭഗവാനെ കാണാനും ഇപ്പൊ കാവക്കാരൻ്റെ അനുവാദം വേണോ? കാണണം എന്നുണ്ടെങ്കിൽ വേണം, നിർത്തിയില്ലല്ലോ. എന്നാൽ അങ്ങനെ ഞങ്ങൾക്കൊന്ന് അനുവാദം ഉണ്ടാക്കി തരണം. അങ്ങനെ ഇതാദ്യം തന്നെ ആവായിരുന്നു, എന്നെ വെറുതെ ശുദ്ധിപ്പിക്കേണ്ടായിരുന്നു. ആട്ടെ, ഞാൻ എന്താ അവിടെ പോയി പറയണ്ടേ? ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, അത്ര പറഞ്ഞാൽ മതിയോ? അതെ, പോയി അവിടെ ചെന്നു, ഭഗവാന്റെ അടുത്ത് ചെന്നു. എന്താ ഭൃങ്കിരടി, എന്താ പങ്കെടു വന്നത്? തൃപ്പാദം കണ്ട് വന്ദിക്കാൻ ചിലര് ഇവിടെ കൊണ്ടിട്ടുണ്ട്. തൃപ്പാദം കണ്ട് വന്ദി എന്നെ വന്ദിക്കാൻ ആരാ ഈ നേരത്തെ? ആരാന്ന് പറഞ്ഞല്ലേ? ഞങ്ങളാണ്. നിങ്ങൾ പതിവുള്ള വന്ദനമൊക്കെ കഴിഞ്ഞു പോയതല്ലേ? പ്രഭാതത്തിലെ ഭൂതഗണങ്ങളെല്ലാവരും വന്ന് വന്ദിച്ചതാണല്ലോ. പിന്നെ എന്താ ഒന്ന് വിശേഷിച്ച്? അടിയങ്ങള് ഭൂതഗണങ്ങൾ പ്രഭാതത്തിൽ വന്ദിച്ചു, ഇത് ഞങ്ങളാ അവിടെ വന്ദിക്കാൻ എത്തിയേക്കണത്. അതന്നെ, നിങ്ങൾ ഭൂതഗണങ്ങള് പതിവായിട്ടുള്ളതൊക്കെ ഉണ്ടായില്ലോ, രാവിലെ വന്ന് വന്ദിച്ചില്ലേ? പിന്നെ എന്താപ്പോ ആദ്യം പുറപ്പെടണമെന്നാ വെച്ച് അടിയങ്ങളും ഭൂതഗണങ്ങൾ വന്ദിച്ചു, ഇത് ഞങ്ങള് ആണ് അവിടെ എത്തിയേക്കണത്. കൃത്യമായിട്ട് ആരാന്ന് മനസ്സിലാക്കാണ്ട് ചെല്ല, ആരാന്ന് നോക്കി വരിക. ഓരോന്നിനെ കെട്ടിയെടുക്കും, ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇവിടെ എത്തി. ഞങ്ങൾക്ക് തൃപ്പാദം കണ്ട് വന്ദിക്കാൻ അനുവാദം ഉണ്ടായോ? തൃപ്പാദം ചക്രത്തൊക്കെ ഒന്നാ തരിക വേണ്ടത്. കാരണം നോക്കോളി, ഇപ്പൊ അനുവാദമൊന്നും ഉണ്ടാവില്ല. ആട്ടെ, എന്താ അവിടെ പോയി പറഞ്ഞത്? ഞങ്ങൾ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ചിലർ ഇല്ലാന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എടോ, ഞങ്ങളെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങളാവുള്ളൂ. നിങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ആവുള്ളൂ. ഞങ്ങളാ, അതെ ഞങ്ങളെന്ന് പറഞ്ഞ് വേണ്ടാത്ത പേര് ഓരോന്നിട്ട് വന്ന് ഇത് ഞങ്ങളുടെ പേരല്ല, എല്ലാവരെയും കൂടി ഞങ്ങളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പേരും ഉണ്ടോ? പേരില്ലാണ്ട് ആരെങ്കിലും ഉണ്ടാവും. എന്താ നിങ്ങളുടെ പേര്? പ്രത്യേകം ഒന്നിച്ചുള്ളത് മതി, എല്ലാവരെയും കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങളെ അപ്സര സ്ത്രീകൾ എന്നാ പറയാ. എന്ത് അപ്സര സ്ത്രീകള്? കുറച്ചു നേരം കൊണ്ട് ഇതിന്റെ സമ്പ്രദായം ഈ വിദ്വാന്റെ അവർക്ക് മനസ്സിലായി, വ്യക്തമായിട്ട് കൊടുത്തു. അപ്സര സ്ത്രീകള്, അസ്പല്ല, അപ്സര സ്ത്രീകള്. അപ്പൊ അവിടെയൊന്നുമല്ല, അപ്സര സ്ത്രീകള്. ഇതൊന്ന് ചെറുതാക്കി തരാൻ പറ്റും? ചെറുതാക്കേ, ഇത് ഈ പേര് അല്ല, കുറച്ച് എളുപ്പമുണ്ട്. ഇത് മുഴുവനായിട്ടൊരു ബുദ്ധിമുട്ട്. ഇത് മുഴുവൻ വേണം. ഞാൻ ഒന്നുകൂടി പറയും. അപ്സര സ്ത്രീകള്,
അപ്സര സ്ത്രീ, സ്ത്രീയല്ല സ്ത്രീകള്. ഭംഗിയായിട്ട് പറയണം, എന്നാലേ അർത്ഥം ശരിയാവും. അർത്ഥം ശരിയാവുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ പറ്റിയാൽ മതിയെന്നേ ഉള്ളൂ. ഒന്നുകൂടി മതി 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 മതി. അപ്സര സ്ത്രീകൾ മറക്കണ്ട, ഉരുട്ട് പോയാൽ മറക്കാണ്ട് എത്താം. അപ്സര സ്ത്രീകള് അവിടെ എത്തി താണു തൊഴുതു. റാൻ ആരാ ഭൃംഗിരടി, ആരാന്ന് മനസ്സിലായോ? റാൻ ഞങ്ങളല്ല. അല്ലാത്തതല്ല ചോദിച്ചത്, ആരാന്നാ ചോദിച്ചത്. റാൻ അഭ്യർത്ഥികളാ വന്നേക്കുന്നത്. ആര്? അഭ്യർത്ഥികളോ? അങ്ങനെ ചിലരെ കേട്ടിട്ടില്ലല്ലോ. എന്നാ അങ്ങനെ ചിലരെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തും വിട്ടിട്ടാ പറയണത്. ഇങ്ങനെ ഒരു പേരില്ല. എന്നാ പുതിയത് ഇപ്പൊ ഇന്ന പേരൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ ആവാലോ, അങ്ങനെ വന്നതാ. താൻ ശരിക്കും പരമാർത്ഥം അറിയാം. അല്ല സങ്കടമുണ്ട്, ഞങ്ങളല്ല എന്ന് പറഞ്ഞല്ലോ. ഇത് അഭ്യർത്ഥികൾ തന്നെയാണ്. ചെന്ന് ആരാന്ന് ശരിക്കും അന്വേഷിച്ചു വരും. ഓരോന്നിനെ കെട്ടിയെടുക്കുന്ന നടന്ന് കാല് വെയ്യുന്ന തന്നെ തോന്നും. ഞങ്ങൾക്ക് തൃപ്പാദം കണ്ട് ബന്ധിക്കാം. എൻ്റെ പാദം കൊണ്ടാവട്ടോ നിങ്ങൾക്ക് തരാമുള്ള കാര്യം പറഞ്ഞേക്കാം. അതെ എന്താ അവിടെ പോയി പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല നിങ്ങളില്ലാന്ന് തന്നെയാ പറയണത്. തൻ്റെ മുമ്പ് ഞങ്ങളൊക്കെ നിൽക്കണ്ടല്ലോ, അത് എനിക്ക് തോന്നിയാൽ പോരല്ലോ, ഭഗവാൻ കൂടി തോന്നണ്ടേ. ആരാ അല്ലെ ഇപ്പോ എന്താ അവിടെ പോയി പറഞ്ഞത് ഇത്തവണ? അതന്നെയാ, ആവർത്തിച്ചാൽ തെറ്റോ സംശയമുണ്ട്. നിങ്ങൾ പറഞ്ഞു തന്നെയാ, എന്നാലും കേക്കട്ടെ. അഭ്യർത്ഥികളെന്ന്, ഞങ്ങൾ അപ്സര സ്ത്രീകളെന്നാ പറഞ്ഞു. കുറച്ചെൻ്റെ കയ്യിൽ പഴിച്ചു, പക്ഷെ അധികം പഴിച്ചത് നിങ്ങൾക്കാണ്. ഞങ്ങൾ ശരിക്കാണല്ലോ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ മാറ്റിത്തം പിടിച്ച പേരിട്ടത് നിങ്ങളുടെ തെറ്റ്. പറഞ്ഞാലും എനിക്ക് കുറച്ച് പഴിച്ചു. ആട്ടെ, ഒന്ന് പഴിച്ചാൽ 9 എന്ന് ഇത് വേണ്ട. വേറെ പേരുണ്ടോ? പ്രത്യേകം വേണ്ട, ഒന്നിച്ചെന്നെ മതി. നിങ്ങളെ സ്വർഗസ്ത്രീകളെന്നും പറയും. എന്ത് സ്വർഗസ്ത്രീകള്? ആ സ്ത്രീകള് എല്ലാറ്റിനും വേണം നിർബന്ധം. അതങ്ങോട്ട് ഒഴിവാക്കിയാലോ? അത് പറ്റില്ല, അതുണ്ടെങ്കിലേ അർത്ഥമാവുള്ളൂ. ഒന്നുകൂടി, സ്വർഗസ്ത്രീകള്. അവസാനിപ്പിക്കുകയൊക്കെ വേണേ. സ്വർഗസ്ത്രീകള് സ്വർഗസ്ത്രീകള് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു പോയി. ആദ്യം വന്നു. അതെ, ആ പേരൊന്ന് പറയുമോ? എൻ്റെ പേരേ, നിങ്ങളുടെ പേരൊന്ന് പറയുമോ എന്നോട്? ഇപ്പൊ പറഞ്ഞില്ലേ? അതല്ല, മറന്നിട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് കേൾക്കാൻ അത് നല്ല സുഖമുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ. സ്വർഗസ്ത്രീകൾ മതി ധാരാളം. സ്വർഗസ്ത്രീകള് പറയാൻ. ആരാ ഭംഗിരടി? ഞങ്ങളല്ല. അല്ലാത്തതല്ല, ആരാന്നാ ചോദിച്ചു. അഭ്യർത്ഥികളും അല്ല. ആരാന്ന് ശരിക്കും പറയാം. തൊക്കത്രങ്ങളാ വന്നേക്കണത്. എന്താ തൊക്കത്രം? അപ്പൊ പാർവതി ദേവി ഇതൊക്കെ കേട്ട് സമീപത്തുണ്ട്. ഇവൻ അങ്ങടോടാ ഓരോ വിധം പറയാൻ ആലോചിച്ചു. ആരാ ഇപ്പൊ വരാൻ സാധ്യത? ലക്ഷണം കൊണ്ട് ഈ ദേവസ്ത്രീകൾ വല്ലവരും ആയിരിക്കുമോ ചോദിക്കാൻ തിരിച്ചേക്ക്. ഭർത്താവിനോട് പറയാൻ നിശ്ചയിച്ചു. ഭർത്താവ് ഇവൻ പറയണത് അപ്സര സ്ത്രീകളെന്നോ സ്വർഗ സ്ത്രീകളോ എന്നൊക്കെ ആവുമോ എന്നൊരു സംശയം. ദേവസ്ത്രീകൾ ചിലപ്പോൾ വരാറുണ്ടല്ലോ, അവരെത്തിയിട്ടുണ്ടാവും, അതാവും. അതെ 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 അവരെന്നെയാണ് അവിടെ എത്തിയേക്കുന്നത്. ദേവി സഹായിച്ചു. നടന്ന് കാല് ചെയ്യുന്നല്ലാണ്ട് അല്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഭൃഗിരടി, ദേവസ്ത്രീകളാണോ അവിടെ എത്തിയിട്ടുള്ളത്? എന്നിട്ടാ അതിലെ അവിടെ നിർത്തിയിട്ടുള്ളത്? ഇത് വരാൻ പറയൂ. അവിടെ ചെന്നു. ഞങ്ങൾക്ക് തൃപ്പ അങ്ങട് കെട്ടിയെടുക്കാം. ശിവ കെട്ടൊന്നും വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കോളാം. അവരൊക്കെ കൂടി അകത്തേക്ക് നേരെ പാർവതിയും കൂട്ടി അവിടെ പോവുക ചെയ്ത. ഭഗവാനെ കട്ടുവെന്ന് അവർ മരിച്ചില്ല. നേരെ പാർവതീ ദേവിയും കൊണ്ട് അകത്ത് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാർവതീ ദേവി ഭഗവാന്റെ അടുത്ത് വന്നു. എന്താ പാർവതി, ഇന്ന് സഖിമാരൊക്കെ കൂടി പുറപ്പെട്ടിട്ടുണ്ടല്ലോ? ആട്ടെ, എന്താ? അല്ല, അവരിങ്ങനെ മനസ്സരിച്ചിലേക്ക് പോവാറുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ ജലക്രീഡയ്ക്ക് എന്നെയും കൂടെ കൂട്ടാറുണ്ടല്ലോ. അപ്പോൾ പാർവതി ജലക്രീഡയ്ക്ക് ക്ഷണിക്കാനായിട്ട് വന്നതാ? അതെ, അവർ പോകുമ്പോൾ എന്നെയും കൂട്ടത്തിൽ കൂട്ടാറുണ്ടല്ലോ. അതെ അതെ, പാർവതിക്ക് വല്ലപ്പോഴും വേണ്ടേ ഒരു ഇങ്ങനെയുള്ള നേരമ്പോക്കൊക്കെ. ആട്ടെ പാർവതി, എന്നാൽ അതിൻ്റെ കൂടെ ജലക്രീഡയ്ക്ക് പൊക്കോളൂ. കുറേ കാലമായില്ലോ അപ്പോൾ അവരിങ്ങനെ വന്നിട്ട്. അപ്പോൾ ആ വിസ്തരിച്ച് നീന്തി തുടിച്ച് ക്രീഡിച്ച് സാവധാനം വന്നാൽ മതി. ഈ സാവധാനം വന്നാലേ ഇവിടെ നടക്കേണ്ട കാര്യമൊക്കെ നടക്കുന്നത്. അതാ. അപ്പോൾ പാർവതി വിചാരിച്ചത് എന്താ? പോവാനായിട്ട് അനുവാദം ചോദിച്ചാൽ പാർവതി പോണ്ട, പാർവതി ഇവിടെ ഇരിക്കൂ, എനിക്ക് പാർവതിയെ കാണാണ്ട വയ്യാന്നൊക്കെ പറയുന്ന. ഈ പെട്ടെന്ന് അനുവാദം കിട്ടിയപ്പോൾ സംശയമായി. എന്താ അത്ര പെട്ടെന്ന് പൊക്കോളാൻ പറയണത്? ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ പറയണ പോലെ കേൾക്കണ പോലെ ഇനിയിപ്പോൾ ഞാനല്ലാണ്ട് വലിയൊരു കൂടെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, വിശ്വസിക്കാനും പറ്റില്ല. ഈ പുരുഷന്മാരാ എപ്പോഴാ പ്രകൃതം മാറുകയെന്നറിയില്ല. എന്തായാലും തൻ്റെ ഉള്ളിൽ ഒരു ശങ്ക ഉണ്ട്, സംശയം ഉണ്ട് എന്ന് തോന്നി മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ വേണ്ടാത്തത് ചെയ്യണ്ടാവില്ല.
അതെ അതെ, എനിക്ക് മനസ്സിലായി. എന്ത് അല്ല, എന്തിനാ എന്നോട് പോകാൻ പറയണത്? പാർവതിയല്ലേ പറഞ്ഞത് അവർ ജലക്രീഡയ്ക്ക് ക്ഷണിച്ചതാണെന്ന്. പൊക്കോളാൻ പറഞ്ഞു, അതിനെന്താ സംശയം? അതെ അതെ പാർവതി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നിശ്ചയമൊക്കെയുണ്ട്. എന്താ പാർവതി, അവരുടെ കൂടെ പോകണം, ആ ക്രീഡിക്കണം, അത് കഴിഞ്ഞിട്ട് വരണം, ഇതല്ലേ ഇപ്പം നിശ്ചയമുള്ളത്. അതൊന്നുമല്ല, എന്നെ പറഞ്ഞേക്കണതിൻ്റെ ഉദ്ദേശ്യം വേറെയാ. ഒന്നും അറിഞ്ഞിട്ടാവൂ? ഏയ് അറിയാൻ വഴിയില്ല. എന്താ പാർവതി ഇങ്ങനെ പറയണത്? ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടാ? പാർവതി അവരുടെ കൂടെ പൊക്കോട്ടെ. ആ പോയിട്ട് പാർവതി തന്നെയല്ലേ പറഞ്ഞത് ക്ഷണിക്കാൻ വന്നതാ. അപ്പോൾ പൊക്കോളൂ, അത്രയല്ലേ. അല്ല, ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഒരു കൂട്ടമൊക്കെ കാണിക്കാനല്ലേ